ഓർപ്പിച്ചതുപോലെ ദൈവവചനത്തിലെ ഓരോ കാര്യങ്ങൾ നാം എടുത്ത് ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ രുചികരമായി നമുക്ക് തീരുന്നു. നമ്മളിവിടെ വായിച്ചല്ലോ, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അപ്പൊ ഞാനത് വായിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഒരു കാര്യം എനിക്കറിയാം, എനിക്കൊരു ശത്രുവുണ്ട്, പൈശാചികമായ ഒരു പോരാട്ടമുണ്ട്. പക്ഷേ അതിൻ്റെ മേൽ വിടുതൽ തരാൻ എനിക്ക് ദൈവമുണ്ട്. ഞാൻ ആ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഇന്ന് എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. ദൈവം എഴുന്നേൽക്കുന്നു. ഈ സങ്കീർത്തന ഭാഗം പ്രത്യേകം നമ്മൾ വായിച്ചാൽ ദൈവം ആരാണെന്നും അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നെന്നും അവൻ നമുക്ക് എന്ത് ചെയ്യുമെന്നുമുള്ള വാഗ്ദത്തങ്ങളാണ് ഇതിൽ കൂടുതലും. അതുകൊണ്ടാണ് കൂടുതലും ആളുകൾ സങ്കീർത്തനം വായിക്കുന്നത്. സ്തോത്രം. ഇത് വായിക്കുമ്പോൾ നമ്മുടേതായി നമ്മൾ എടുക്കുക. ഇന്ന് ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കണം. എൻ്റെ കുടുംബത്തിനു വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി, എൻ്റെ വിഷയത്തിനു വേണ്ടി ദൈവം എഴുന്നേക്കും. ദൈവം എഴുന്നേറ്റാൽ ആ ശത്രുക്കളെല്ലാം ചിതറിപ്പോവും. ആ ദുർശക്തികളെല്ലാം ചിതറിപ്പോവും. അതെല്ലാം മെഴുകുപോലെ ഉരുകിപ്പോകും. സ്തോത്രം. ഞാൻ ആ ഭാഗങ്ങൾ വിവരിക്കുന്നില്ല. ഇതിലെ ഓരോ വാക്യങ്ങൾ വായിച്ചാൽ അതെല്ലാം നമ്മുടേതായിട്ട് നമ്മൾ എടുക്കുക, നമ്മുടെ വാഗ്ദത്തമായിട്ട് നമ്മൾ എടുക്കുകയാണ്. സ്തോത്രം. ദൈവം ആരാണ്? ദൈവം എവിടെയാണ് വസിക്കുന്നത്? ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പാട്ടൊക്കെ പാടി ഒരു സങ്കീർത്തന ഭാഗം വായിക്കുമ്പോൾ ഒടുവിലത്തെ വാക്യം ഇങ്ങനെ കണ്ടു, ദൈവം തന്നെ നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. യഹോവ നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. സ്തോത്രം. അപ്പൊ ഞാൻ അവിടെ അത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. സ്തോത്രം. അപ്പൊ അവിടെ ഞാൻ മനസ്സിലാക്കി, എനിക്കൊരു എതിരുണ്ട്, ശത്രുവുണ്ട്. പക്ഷേ ആ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും. ഞാനാണോ പ്രവർത്തിക്കുന്നത്? ആരാ പ്രവർത്തിക്കുന്നത്? അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. അതായിരുന്നു നമ്മളിവിടെ കേട്ടത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുക. ആ നമ്മളിൽ ദൈവം വസിക്കുന്നത് കൊണ്ട് പ്രതികൂലങ്ങൾ വരുമ്പോൾ അതിന്റെ മുമ്പിൽ നമ്മളങ്ങ് ചാടി വീഴുവല്ല. നമ്മളിൽ വസിക്കുന്ന ദൈവത്തോട് നമ്മൾ പറയാ, ദൈവമേ, ഇങ്ങനൊരു വിഷയമുണ്ട്. അപ്പം ആ ദൈവം തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. നമ്മിൽ വസിക്കുന്ന ആ ദൈവത്താൽ നമ്മൾ അങ്ങനെ വീര്യം പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. അങ്ങനെ ഓരോ വാക്യങ്ങൾ എടുക്കുമ്പോൾ ഇത് നമ്മുടേതായിട്ട് നമ്മൾ ക്ലെയിം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ അത് തേൻ കൂട്ടിയ ദോശ പോലെ ടേസ്റ്റായിട്ട് മാറുന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. അങ്ങനെ ആ ദൈവത്തിന്റെ ഓരോ വചനങ്ങളും, ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യം, ദൈവം ആരാണ്, ദൈവം എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ ഭാഗങ്ങളൊന്നും ഞാൻ ഇന്ന് വിവരിക്കുന്നില്ല. നമ്മൾ വായിച്ച വേദഭാഗത്തു നിന്നും ഒരു ഭാഗം മാത്രമാണ് ഞാൻ ചിന്തിക്കാനിടയാക്കിയത്. പല വചനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിങ്ങനെ എന്നെ സന്തോഷിപ്പിച്ചതായ പല വചനങ്ങളുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് ഇന്ന് രാവിലെ ചോദിച്ച, കർത്താവ്, ഞാൻ ഇതിനകത്ത് ഏത് ഭാഗമാണ് ഓർപ്പിക്കേണ്ടത് എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ കിട്ടിയ ഒരു വേദഭാഗമാണ് ഞാൻ ഇവിടെ വായിച്ചത്. നമുക്ക് വളരെ പരിചയമുള്ളൊരു ഭാഗമാണ്. അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഇന്നിവിടെ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോഴ് നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ. ആ ഒരു വാക്കാണ് എന്നെ വളരെ ചിന്തിപ്പിച്ചത്. Who once was unprofitable to you, but now is profitable to you and to me. അപ്പൊ ഞാൻ ഇന്ന് ഈ വചനത്തിൽ നിന്ന് ടൈറ്റിൽ കൊടുത്തത് ഇതാണ്, ബി എ പ്രോഫിറ്റബിൾ ടു ഗോഡ്. ദൈവത്തിന് പ്രയോജനമുള്ളവരാകുക. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോ
ഈ ദിവസങ്ങളിലെല്ലാം ഫേസ്ബുക്കിലങ്ങ് ആളുകളങ്ങ് പറയുന്ന ഇൻവെസ്റ്റ് ചെയ്യുക, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ ഒരുപാട് ആർട്ടിക്കിൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പൊ ഞാനത് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കിയത്, നമ്മളുടെ ദൈവം വലിയൊരു ഇൻവെസ്റ്ററാണ് എന്നാ എനിക്ക് മനസ്സിലായി. ദൈവം ഇൻവെസ്റ്ററാണ്. ദൈവം ഇൻവെസ്റ്ററാണെന്ന് ഞാൻ പറയാൻ എന്ന കാര്യം, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് നമ്മൾ റിസർച്ച് ചെയ്യും. ഇത് ഏതാണ് പ്രോഫിറ്റബിൾ, നമ്മൾക്ക് പ്രോഫിറ്റബിൾ ആവുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ദൈവത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, ദൈവം ഭയങ്കര ഒരു ഇൻവെസ്റ്ററാണ്. ഓരോ കാര്യങ്ങൾ ചിന്തിച്ചാലും അതാ ദൈവം പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ലൂക്ക് ചാപ്റ്റർ 19 കർത്താവ് ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 12 വാക്യമാണ്, നിങ്ങൾക്ക് എടുത്തെങ്കിലും വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 19 വേഴ്സ് 12. ലൂക്കോസ് 19 12 വാക്യം അല്ല, ലൂക്കോസ് 19 12. ആ, ആ ഒരു വേർഡ് മാത്രം അതിൽ നിന്ന് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. സോ ഹി കോൾഡ് ഹിസ് 10 servants, delivered to them 10 minas or silver, പല വേർഷനിൽ പല silver or minas, and said to them, do business until I come. Do business. ഇപ്പൊ എന്തിനാ ബിസിനസ് ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് ഓരോ സിൽവർ കോയിൻ തന്നു, ഞാനൊരു കാര്യം നിങ്ങളെ ഏൽപ്പിച്ചു, അത് നിങ്ങൾ കൊണ്ടുവന്ന് പെട്ടി വെച്ചേക്കാനല്ല. യു ഗോ ആൻഡ് ഇൻവെസ്റ്റ് ഇറ്റ്, ഡു ബിസിനസ്. നിങ്ങൾ അതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഇതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരും, അന്നേരം ഞാൻ നിങ്ങളോടെല്ലാം കണക്ക് ചോദിക്കും, അന്നേരം എനിക്ക് കണക്കൊക്കെ തരണം. അതുപോലെ തന്നെ ആ കുലീനായ മനുഷ്യൻ മടങ്ങി വന്നു. കണക്കൊക്കെ ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞു, നീ എനിക്ക് ഒരു താലത്തല്ലേ തന്നെ, ഞാൻ 10 ഉണ്ടാക്കിയെന്നു. I earned 10 more. ആദ്യം അങ്ങനെയാ പറഞ്ഞേക്കുന്നത്, 10, പിന്നെ 5. അവരോടെല്ലാം പറഞ്ഞു, വെരി ഗുഡ്, വെരി ഗുഡ്, നല്ലവനും വിശ്വസ്തനുമായ ദാസന്, നീ നന്നായി ബിസിനസ് ചെയ്തു. ഒരാള് പറഞ്ഞു, രാജുവർ പറഞ്ഞു, ശരിയാ, ഞാനത് കുഴിച്ചിട്ട്. എന്താ കുഴിച്ചിട്ട്? അതിന് കാര്യം എന്താ? അതിന്റെ എന്തുകൊണ്ടാണ് കുഴിച്ചിട്ട്? അവന് ദൈവത്തെ, ആ രാജാവിനെ കുറിച്ചുള്ള അവന്റെ പെർസ്പെക്റ്റീവ് എന്തായിരുന്നു? അവന്റെ പെർസ്പെക്റ്റീവ് അത് നേരിട്ടങ്ങ് പറയുക, നീ ഒരു കഠിന മനുഷ്യനാണ്, നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുന്നവരെ വല്ലവന്റെ അയ്യത്ത് പോയി കൊയ്യുമെന്നാണ് അതിന്റെ എന്നല്ലേ അതിന് പറഞ്ഞത്. വിതറാത്തടത്തുനിന്ന് ചേർക്കുമെന്ന്. അപ്പൊ നീ, എന്റെ പെർസ്പെക്റ്റീവ് നിന്നെ കുറിച്ച് ഇങ്ങനെയാണ്, നീ ഒരു കഠിന മനുഷ്യൻ. അതുകൊണ്ട് ഞാനങ്ങ് ഭയപ്പെട്ടു പോയി കുഴിച്ചിട്ട്. പക്ഷെ ദൈവം ആഗ്രഹിച്ചത് അത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്തോത്രം. അപ്പം ഞാൻ അതിൽ നിന്ന് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എങ്ങനെ നമുക്കൊരു പ്രോഫിറ്റബിൾ പേഴ്സൺ ആകാൻ പറ്റും. അതാ എന്റെ വിഷയം ഇന്നത്തെ. പ്രയോജനമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് എങ്ങനെ മാറാൻ പറ്റും? നമുക്ക് തന്നെ നമ്മൾക്ക് പ്രയോജനം വേണം, നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനം വേണം, നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ളവരാകണം. ഈ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ വളരെ പ്രയോജനമുള്ളവരെ നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച ഞാനൊരു മീറ്റിങ്ങിന് പോയി, സാറ്റർഡേയിൽ. ഒരു പ്രെയർ ലൈൻ്റെ 10ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു. എനിക്ക് ആദ്യം അവിടെ ഒരു ഗ്രീറ്റിംഗ്സ് പറയാൻ അവസരം കിട്ടി. അപ്പൊ ഞാൻ എന്താ അവിടെ പറഞ്ഞതെന്നറിയാമോ? ആ സഹോദരി ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു, കാലിഫോർണിയയിൽ വെച്ച്. അവൾ ദൈവം അത്ഭുതകരമായിട്ട് അവളെ സൗഖ്യമാക്കി. അനേക ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യമായി. ആ സൗഖ്യമാക്കിയ ആ സഹോദരി ഒരു പ്രെയർ ലൈൻ സ്റ്റാർട്ട് ചെയ്തു. അനേകർക്ക് വേണ്ടി, ഈ രോഗികൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്. സിയാറ്റിൽ നിന്നും അവരുടെ പ്രാർത്ഥനയിൽ സൗഖ്യമായവർ ഫാമിലി ആയിട്ടാണ് വന്നത്. അവിടെ ഒത്തിരി പേര് അവിടെ വന്നിട്ടുണ്ട്, വിടുതൽ പ്രാപിച്ചവരൊക്കെ. അപ്പം അവരുടെ വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഒരു ഹെൽത്ത് ഇഷ്യൂ, ഒരു ഹെൽത്തിന് പ്രയോജനപ്പെടുന്ന ഒരു വൈറ്റമിൻസിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് മറ്റുള്ളവരോട് പറയും. നല്ലൊരു ഷോപ്പിംഗ്, ഒരു കടയെ കുറിച്ച് പറയും, ഇന്ന സാധനം ഇന്നടത്ത് കിട്ടുമെന്ന് അവർ പറയും.
ഇപ്പൊ ഞാനത് അവരെ കുറിച്ച് അവിടെ പറഞ്ഞത്. മറ്റുള്ളവർക്ക് പ്രോഫിറ്റ് വരത്തക്കവണ്ണം അവരുടെ ടൈമും സമയവും കഴിവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫാമിലി. അവരുടെ ഭൗതിക നന്മകളും അവരതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി. ഞാൻ എൻ്റെ ഡോക്ടേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ഡെന്റിസ്റ്റിനെയും ഹൈജീനിസ്റ്റിനെയും ഓർത്ത് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ അവസരം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. കാര്യം ഞാൻ പലപ്പോഴും ഓർക്കും, ഇവരൊക്കെ എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരായിരുന്നെങ്കിൽ ഞാനിന്ന് കാണത്തില്ലായിരുന്നു. കാര്യം അത്ര പ്രയോജനകരമായ കാര്യങ്ങളാണ് അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പലരും നാട്ടിൽ വെച്ചൊന്നും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇവിടെ ഈ ഹെൽത്ത് ഏരിയയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ എത്രയോ മറ്റുള്ളവർക്കൊരു പ്രോഫിറ്റബിൾ ആണ്. അവരല്ലേ എത്രയോ ജീവനെ രക്ഷിക്കുന്നത്. അപ്പൊ അത് ഭൗതികമായ കാര്യങ്ങൾ. ഇതുപോലെ നമുക്കും മറ്റുള്ളവർക്കും ദൈവത്തിനും പ്രോഫിറ്റബിൾ ആകണം, പ്രയോജനമുള്ളവരാകണം. എങ്ങനെ നമുക്ക് പ്രോഫിറ്റബിൾ ആകാം, എങ്ങനെ നമുക്ക് പ്രോഫിറ്റബിൾ ആകാതിരിക്കാൻ ഇടയാകും, ഇതാണ് ഞാൻ ചിന്തിച്ചത്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് റെഫറൻസ് ഒക്കെ എടുക്കാനായിട്ട് ചിന്തിക്കാൻ പറ്റി. അതൊക്കെ ഞാൻ ഓർത്തു വന്നതൊക്കെ എഴുതി വെച്ചു. പക്ഷെ എല്ലാം ഒന്നും ഇവിടെ പറയാനായിട്ട് താല്പര്യം ഒക്കത്തില്ല. ഞാനത് മനസ്സിലാക്കിയത്, ദൈവത്തിന് നമ്മൾ എങ്ങനെ പ്രയോജനമുള്ളവരാകുന്നത്. ഈ വായിച്ച വാക്യത്തിൽ തന്നെ നമുക്കങ്ങ് ആരംഭിക്കാം. അവിടെ ഈ പോളെന്ന് പറയുന്ന ദൈവദാസൻ ഒനേസിമോസ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ഫിലോമോൻ എന്ന് പറയുന്ന യജമാനോടൊരു റെക്കമെൻഡ് ചെയ്യുകയാണ്. ഫിലോമോൻ എന്ന് പറയുന്ന ആൾ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു മാസ്റ്റർ യജമാനാണ്. ആ യജമാന്റെ വീട്ടിൽ അന്നത്തെ കാലത്ത് ഈ സ്ലേവ് ഒക്കെ ഉണ്ട്, അടിമത്തത്വം ഉണ്ടല്ലോ. അയാളുടെ വീട്ടിൽ ജോലി ചെയ്ത ഒരു അടിമയായിരിക്കണം ഈ ഒനേസിമോസ്. എന്തോ കാരണവശാൽ ഈ മനുഷ്യൻ അവിടെ നിന്നും സ്ഥലം വിട്ടു. അങ്ങനെ പൊയ്ക്കൂടാത്തതാണ്. അവിടെ നിന്ന് എന്തെങ്കിലും കവർച്ചയും കൂടെ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന് തന്നെ നമുക്കറിയത്തില്ല. കാര്യം അവൻ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ തരാമെന്ന് പൗലോസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആയിരിക്കും അവൻ പോയേക്കുന്നത്. ഏതോ കാരണവശാൽ ഇവനെ ജയിലിൽ പിടിച്ചിട്ടപ്പോ പൗലോസും അവിടെ ജയിലിലുണ്ട്. അവിടെ വെച്ച് പൗലോസുമായിട്ട് കണ്ടുമുട്ടിയിട്ട് പൗലോസ് ഇവനെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. മുമ്പ് ഒരു വേലക്കാരൻ, സെർവന്റ് ആയിരുന്നു, അടിമയായിരുന്നു. ഇപ്പൊ അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ ആകെ മാനം അങ്ങ് വ്യത്യാസം വന്നു. എന്നിട്ട് പൗലോസിന് തോന്നി, ഇനി ഇവനെ മടക്കി ഫിലോമോന്റെ അരികിലേക്ക് തന്നെ അങ്ങ് വിട്ടേക്കാം. പക്ഷേ ഫിലോമോൻ അവനെ സ്വീകരിക്കണ്ടേ, അവന് ദേഷ്യം വരുമോ എന്തോന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ഫിലോമോനോട് റെക്കമെൻഡ് ചെയ്ത് എഴുതുകയാണ്, ഫിലോമോനെ, അവൻ നിനക്ക് ചിലപ്പം നഷ്ടമൊക്കെ വരുത്തി കാണും. പക്ഷെ അന്ന് അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു, അവൻ അൺപ്രോഫിറ്റബിൾ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ ആള് മാറി, ഇപ്പോഴവന് പ്രോഫിറ്റബിൾ ആയി. അപ്പം എങ്ങനെയാണ് ഒരു വ്യക്തി പ്രോഫിറ്റബിൾ ആയത്? അവന്റെ ജീവിതത്തിലെ കൺവേർഷൻ. യേശു അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പം അവൻ പ്രയോജനമുള്ളവനായി തീർന്നു. അവൻ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീർന്നു. സ്തോത്രം. ആ പ്രയോജനം വരണമെങ്കിൽ ഫിലോമോൻ എന്ത് ചെയ്യണം? അവനോട് ക്ഷമിക്കണം. യു നീഡ് ടു ഫർഗീവ് ഹിം. ദ ഗ്രേസ് ഓഫ് ഫർഗീവ്നെസ്. ആ ഫർഗീവ്നെസ് ഒരു വ്യക്തി എന്നാൽ ഒരു ഉപയോഗമില്ലാത്തവനെ ഉപയോഗമുള്ളവനാക്കി മാറ്റും. സ്തോത്രം. ഇത് നമ്മുടെ ഒരു അനുഭവമായ ആത്മീയ അനുഭവമായിട്ട് ചിത്രീകരിക്കാം. യഥാർത്ഥത്തിൽ ആത്മീയ അർത്ഥത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചത് പ്രയോജനമുള്ളവരാകാനാണ്. പക്ഷെ നമ്മൾ ദൈവത്തിൽ നിന്ന് വിട്ടുപോയപ്പോൾ നമ്മൾ പ്രയോജനം ഇല്ലാത്തവരായി മാറി. എന്നാൽ യേശുവിനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വീണ്ടും ദൈവത്തിന് പ്രയോജനമുള്ളവരായിത്തീരുന്നു. ദൈവം നമ്മോട് ക്ഷമിച്ചതായ ആ ക്ഷമ, ആ ഗ്രേസ് ഓഫ് ഗോഡ് changed us from unprofitable to profitable. ഉപയോഗമില്ലാതിരുന്ന നമ്മളെ ഉപയോഗമുള്ളവരാക്കി തീർത്തത് ദൈവത്തിന്റെ ആ ഫൊർഗീവ്നെസ്, ക്ഷമയും ദൈവത്തിന്റെ ആ ദയയുമാണ്. കൺവേർഷൻ, കർത്താവിലേക്കുള്ള നമ്മുടെ കൺവേർഷനാണ് നമുക്ക് അതിന് കൃപ തന്നത്. അപ്പോഴ് എൻ്റെ ഹൃദയത്തിൽ വന്ന വേറൊരു വാക്യമുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മർക്കോസ് 8:36, മാർക്ക് ചാപ്റ്റർ 8:36. ഒരു മനുഷ്യൻ, ഇംഗ്ലീഷിൽ വായിക്കാം, സർവ്വ ലോകവും നേടിയാലും
അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? വാട്ട് ഈസ് പ്രോഫിറ്റബിൾ? ഇമാജിൻ എ മാൻ ബിക്കം എ billionaire. He gained all this world, but if he lost his spirit soul, that is not profitable for him. അദ്ദേഹത്തിന്റെ ആ നേട്ടം മില്യനെയറോ ബില്യനെയറോ ആകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അതോടുകൂടെ എന്തും കൂടെ വേണം. നമ്മൾക്ക് യേശുവും കൂടെ വേണം. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇന്ന് തന്നെ നമ്മൾ സങ്കീർത്തനത്തിൽ ഒരു ഭാഗം വായിച്ചു, യഹോവയ്ക്ക് പാടുവീൻ, അവന്റെ സന്നിധിയിൽ സന്തോഷിപ്പീൻ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇനിയും ദൈവസന്നിധി ചെന്ന് പാടുമ്പോഴേ ദൈവ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ മാത്രമേ സന്തോഷിക്കാവുള്ളൂ, അല്ലാത്ത സന്തോഷമെല്ലാം കുഴപ്പമാണ്. പെട്ടെന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ച ശേഷം പിന്നെ നമുക്ക് പിന്നെ ചിരിക്കാനും പറ്റത്തില്ല. നമ്മൾക്ക് പേടിയാ. ഒരു തമാശ പറഞ്ഞു, ചിരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ദൈവം കോപിച്ചെന്ന്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ജോലി ചെയ്യുന്നിടത്ത് ഒരു ഉദാഹരണം പറഞ്ഞു. വെനസ്ഡേ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് അടുത്ത് ഈ പേഷ്യന്റ് സിറ്റേഴ്സ് ഉണ്ട്, സിറ്റേഴ്സ് റിപ്രസെന്റേറ്റീവ്. അതിലൊരു ലേഡി അങ്ങ് ഭയങ്കരമായിട്ട് സംസാരിച്ച് അങ്ങ് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. എനിക്കങ്ങ് ഭയങ്കര ഇറിറ്റേഷനായി. ഇനി എന്തായാലും സഹിച്ചു. പിറ്റേ ദിവസം അവരില്ലായിരുന്നു. അവർ കുറച്ച് സഹോദരിമാർ മാത്രമേ ഉള്ളൂ, ഒരു ലേഡീസ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഡേവിഡ് ജെറമായയുടെ ഒരു പ്രസംഗം കേട്ടു. അതിനകത്ത് നിന്ന് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞു. അത് ഞാൻ പറയാമെന്ന് പറയുമ്പോൾ അവരെല്ലാം കേട്ടു. ഡേവിഡ് ജെറമായ ഒരു പ്രസംഗത്തിന് വിളിച്ചു, ഒരു ക്യാമ്പ് മീറ്റിംഗ്. അപ്പം മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി ഗ്രൗണ്ടിലോട്ട് വരുമ്പോൾ ഒരു കൂട്ടം ഗേൾസ് എല്ലാം കൂടെ ഒരു ബോയുമായിട്ട് ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്യുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി പോലും എന്തോന്ന് അറിയാമല്ലോ, ഇവർക്കും തോന്നി ഇദ്ദേഹത്തോടൊന്ന് പറയണം. അപ്പൊ ഈ ഗേൾസ് പറഞ്ഞു, ഡോക്ടറിന് അറിയാമോ എന്താ ഇതിന്റെ കാരണമെന്ന്? ഇവൻ പറയാണ്, സ്വർഗത്തിൽ പെണ്ണുങ്ങളില്ലെന്ന്. There will be no women in heaven. അപ്പം ഡേവിഡ് ജെറമായ കൺഫ്യൂഷൻ. എനിക്കതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഈ ബോയോട് ചോദിച്ചു, നിനക്ക് ഒരു റെഫറൻസ് വല്ലതും തരാമോ എന്ന് ചോദിച്ചാൽ ബൈബിളിൽ നിന്ന്. അതിനെന്നാ തരാം. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, സ്വർഗത്തിൽ there was a silence in heaven for 30 minutes. അരമണിക്കൂർ സ്വർഗത്തിൽ മൗനതയുണ്ടായിരുന്നു. ഏതെങ്കിലും ലേഡീസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇമ്പോസിബിൾ ആണ്. അതാവൻ പറഞ്ഞ വാക്യം. അപ്പം അവരെല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചു. അപ്പം ഞാൻ പറഞ്ഞത്, എന്നാൽ ചിലർക്കൊന്നും അത് കേൾക്കുമ്പോൾ ചിരി വരത്തില്ല, അവര് സീരിയസ് ആയിട്ട് എടുക്കും. കാര്യം ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിരിക്കാൻ പറ്റുമെന്നുള്ള ഒരു പേടിയാണ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് പാടുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മൾ സന്തോഷിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ടും കണ്ടു ചിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾക്ക് എപ്പോഴും ഒരു സന്തോഷം, പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, എപ്പോഴും സന്തോഷിപ്പിൻ, നമ്മൾ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞു വന്നത്. അപ്പൊ ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും അവന്റെ വിലയേറിയ ആത്മാവ് അവന് നഷ്ടമായ അവൻ പ്രോഫിറ്റബിൾ അല്ല. അപ്പൊ നമുക്ക് തന്നെ നമ്മൾ പ്രോഫിറ്റബിൾ ആകണമെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മാവിനെ നേടിയവരായിരിക്കണം. നമ്മുടെ കർത്താവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിക്കണം എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു വിഷയം ഇതാണ്, നമ്മൾ ഒരു അൺപ്രോഫിറ്റബിൾ ആണോ അതോ പ്രോഫിറ്റബിൾ പേഴ്സൺ ആണോ? പ്രയോജനമുള്ളവനാണോ? നമുക്ക് തന്നെ പ്രയോജനമുള്ള ആളാണോ? നമുക്ക് എന്തോ ജ്ഞാനമുണ്ടെങ്കിലും, എന്തോ പണമുണ്ടെങ്കിലും, എന്തോ പൊസിഷൻ ഉണ്ടെങ്കിലും പ്രോഫിറ്റബിൾ ആകണമെങ്കിൽ നമുക്ക് യേശുവും കൂടെ വേണം. നമ്മുടെ ആത്മാവിന്റെ രക്ഷ കൂടെ നമ്മൾ നേടിയിരിക്കണം എന്നുള്ളതാണ് അതിൽ കൂടെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ദൈവം വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളാണ്, പ്രോഫിറ്റ് അതേ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ നമ്മളെ രക്ഷിച്ചു. ആ 10 താലന്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, താലന്ത് എന്ന് പറയുന്നത് എപ്പോഴും ദൈവവചനത്തിന് സാദൃശ്യമായി നിൽക്കുന്നതാണ്. എല്ലാ ദാസന്മാർക്കും ഓരോ താലന്താ കൊടുത്തത്. അത് നമ്മുടെ രക്ഷയെ കാണിക്കുന്നത്. വേറെ ചിലത് 1 കൊടുത്തവരുണ്ട്, 5 കൊടുത്തവരുണ്ട്, 2 കൊടുത്തവരുണ്ട്. അതെന്ന് പറഞ്ഞാൽ കൃപാവരങ്ങളാണ്. അപ്പം
നമ്മൾക്ക് ഒരു താലന്ത് തരിക എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും ഒരു വ്യത്യാസം കൂടാതെ ഒരുപോലെയാ കർത്താവ് രക്ഷിച്ചിരിക്കുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല. ആ നമ്മെ രക്ഷിച്ചിരിക്കുന്നത് നമ്മൾ പ്രോഫിറ്റബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ ഈ രക്ഷ മറ്റുള്ളവരോടും കൂടെ പറഞ്ഞ് രക്ഷയിലേക്ക് മറ്റുള്ളവരെ നടത്തുവാനായി നമ്മൾ ബിസിനസ് ചെയ്യണം. നടത്തുവാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. പക്ഷെ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം, ഷെയർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ട്, 1 കൊരിന്ത്യർ 12:7 മുതലുള്ള വാക്യങ്ങളിൽ കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവം ഓരോരുത്തർക്ക് കൃപാവരങ്ങൾ സഭയ്ക്ക് കൊടുത്തതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ കൃപാവരങ്ങളെല്ലാം ദൈവം കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒടുവിലത്തെ വാക്യത്തെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പൊതു അതെ, നോക്കുക, പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അതുമൂലം മറ്റുള്ളവര് പ്രയോജനപ്പെടണം, പ്രോഫിറ്റബിൾ ആകണം. ഞാന് എന്റെ പ്രാർത്ഥന കൂട്ടത്തിൽ വേറൊരു കൂട്ടരെ പ്രാർത്ഥനയിൽ ഓർക്കുന്നത് എന്താണെന്നറിയാവോ? അനേക ദൈവദാസന്മാരുടെ സന്ദേശങ്ങൾ ഞാൻ ഓർക്കുകയും അതെനിക്ക് വളരെ പ്രയോജനമാവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ പലരുടെയും ഓർക്കുന്നവരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവെ, ഇവരെ നീ അനുഗ്രഹിക്കണം. അവരുടെ മെസ്സേജ്, അവരുടെ ശുശ്രൂഷ എനിക്ക് പ്രയോജനമായിരുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും അതുപോലെ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ ഉപയോഗിച്ച് നമ്മൾ പ്രോഫിറ്റബിൾ ആകണം. പക്ഷെ നമുക്കത് പ്രയോജനകരമാകണമെങ്കിൽ ദൈവത്തെക്കുറിച്ച് നല്ലൊരു പെർസ്പെക്റ്റീവ് നമുക്കുണ്ടായിരിക്കണം. ആ ഒരു താലന്ത് കുഴിച്ചിട്ടവനെ പോലെ നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക. ദൈവം ഭയങ്കര ദുഷ്ടനാണ്, ക്രൂരനാണ്, എന്നോട് അങ്ങനെ ചെയ്തു, എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിരിക്കാതെ ആ ദൈവത്തിന്റെ റിയൽ ആയിട്ടുള്ള സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന രക്ഷയും ആ കൃപാവരങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ പറ്റത്തുള്ളൂ. വേറൊരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, 2 തിമോത്തിയോസ് 2:20-21 വാക്യങ്ങൾ നമ്മൾ എന്താ വായിക്കുന്നത്? ഇവയെ വിട്ടൊഴിഞ്ഞ് ഒരു വീട്ടിൽ പല വിധത്തിലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടൊഴിഞ്ഞ് വിശുദ്ധവും യജമാനന് ഉപയോഗവുമുള്ള മാനപാത്രമായി തീരുക. അപ്പം ദൈവത്തിന് നമ്മൾ ഉപയോഗമുള്ള ഒരു പാത്രമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചിലതിനെയൊക്കെ ഉപേക്ഷിക്കണം, വിട്ടുകളയണം. വിട്ടുകളയേണ്ടതിനെ നമ്മൾ വിട്ടുകളഞ്ഞ് നമ്മളുടെ പാപ സ്വഭാവങ്ങൾ ഉള്ളതിനെയൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞ് വിശുദ്ധവും യജമാനന് പ്രയോജനവുമുള്ള പാത്രങ്ങളായി നാം തീരണം എന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമ്മൾക്ക് അറിയാം, കാനാവിലെ കല്യാണ വീട്ടിൽ അവർക്ക് വീഞ്ഞങ്ങ് തീർന്നു പോയായിരുന്നു. അവരൊരു വലിയ പ്രയാസത്തിലായി. അപ്പം യേശുവിന്റെ അമ്മ ചെന്ന് യേശുവിനോട് പറഞ്ഞത് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. യേശു അവരോട് പറഞ്ഞു, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ഈ കൽപാത്രം, മൺപാത്രം ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്, പോയി നല്ല രസമാണ് അത് ഉണ്ടാക്കുന്നത് കാണാൻ. എന്നാൽ കൽപാത്രം ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് പ്രയാസമാണ് കാണാനൊക്കെ. അത് എല്ലായിടവും ഇല്ല. ഒരു പാറയിൽ നിന്ന് അത് വെട്ടി അതിന്റെ എല്ലാ മുനയും എല്ലാ കാര്യങ്ങളും നീക്കി കളഞ്ഞ് മനോഹരമായെങ്കിലല്ലേ കൽപാത്രം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതിന് എത്രമാത്രം അത് പണിയുന്നയാള് ചുറ്റികയും ഉളിയും ഉപയോഗിച്ച് അടിച്ച് അതിനെ മിനുസപ്പെടുത്തിയെങ്കിൽ മാത്രമേ അതിനകത്തുള്ള അതിന്റെ വോളിയം കൂടത്തുള്ള നമുക്കറിയാം. അപ്പൊ അതുപോലെ ദൈവം നമ്മെ ഉപയോഗമുള്ള ഒരു പാത്രമാക്കി മാറ്റണമെങ്കിൽ ചിലപ്പോൾ നമ്മെ ശരിക്കും ശക്തി നമ്മുടെ പല കാര്യങ്ങളും ദൈവം നമ്മെ ഒരുക്കി നമ്മെ വലിയ വിശാലമായ അനുഭവത്തിലാക്കും. അവരുടെ പാരമ്പര്യപ്രകാരം കാല് കഴുകാൻ ഉപയോഗിച്ചിരുന്ന വിഷയമാണത്. ആ വെളിയിൽ കാല് കഴുകാൻ വെച്ചിരുന്ന പാത്രമാണ് അത്. അടുന്ന് എടുക്കാൻ പറഞ്ഞു. നമ്മുടെ ചില പാരമ്പര്യങ്ങളെ നമ്മൾ വിടേണ്ടി വരും. നമ്മുടെ ചില പരിചയങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും എനിക്ക് പറ്റത്തില്ല, ഇത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ കംഫർട്ട് സോണുകളെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ദൈവത്തിന്റെ ഹിതത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ എങ്ങനെയാകുന്നത്? ഉപയോഗമുള്ള
പാത്രമാകുന്നത്. വെളിക്കിടന്ന ആ കൽപാത്രങ്ങളെ മണവറയ്ക്കകത്തേക്ക് കൊണ്ടുവന്ന് അനേകർക്ക് അത് പ്രയോജനകരമായി തീരത്തക്കവണ്ണം മാനപാത്രമായി തീരുവാൻ ഇടയായി. അതിന്റെ കാരണം യജമാനൻ പറഞ്ഞത് അവരനുസരിച്ചു. ഒബീഡിയൻസ്. അവരുടെ കംഫർട്ട് സോൺ വിട്ട്, ഉപേക്ഷിക്കേണ്ട പാരമ്പര്യങ്ങളെയൊക്കെ വിട്ട് അവര് യജമാനന് അനുസരിക്കുവാൻ അവർ തയ്യാറായി. അപ്പോഴാണ് അവർ പ്രയോജനമുള്ളവരായി തീർന്നത്. സ്തോത്രം. അപ്പൊ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം, നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ളവരാകണം. അപ്പൊ ആ വാക്യം ചിന്തിച്ചപ്പോ പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് വേറൊരു വാക്യം കൂടി വന്നു. അത് ഇന്നിടത്താണ് ഞാൻ വായിക്കുക. 2 തിമോത്തിയോസ് 4:11 വാക്യം. നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്. 2 തിമോത്തി ചാപ്റ്റർ 4:11. അതെ, മതി. മർക്കോസ് ഹീസ് എ യൂസ്ഫുൾ പ്രോഫിറ്റബിൾ പേഴ്സൺ ഫോർ മൈ മിനിസ്ട്രി. എന്റെ ശുശ്രൂഷയ്ക്ക് അവൻ പ്രയോജനമുള്ളവനായിരുന്നു. ഈ മർക്കോസിനെ കുറിച്ച് നമുക്ക് അറിയാൻ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്, മർക്കോസ് പറയുന്നയാള് പൗലോസിന്റെ മിഷണറി യാത്രയിലെ ഒരു മിഷണറി പാർട്ട്ണറായിരുന്നു. ആ ഒന്നാമത്തെ മിഷണറി പാർട്ട്ണറായിരുന്നു. അവരിങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ, അദ്ദേഹം ബർന്നബാസിന്റെ കസിനും കൂടിയാണ്. അവരിങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ തെസ്സലോനിക്കയിൽ വെച്ച് അദ്ദേഹം ഇവരെ അങ്ങ് വിട്ടുപോയി. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 13:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും 13:5-13 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സമയം ലാഭിക്കാൻ ഞാൻ വായിപ്പിക്കുന്നില്ല. അദ്ദേഹം അങ്ങ് വിട്ടു, തിരിച്ചങ്ങ് പോയി. പൗലോസിന് അത് പ്രയാസമായി. എങ്കിലും പൗലോസ് ശുശ്രൂഷ തുടർന്നു. രണ്ടാമത്തെ മിഷണറി യാത്ര തുടങ്ങിയപ്പോൾ, സോ മാർക്ക് ഫെയിൽഡ് ഓൺ ദാറ്റ് ഫസ്റ്റ് മിഷണറി ജേർണി. In second missionary journey, Paul refused to take Mark on the second trip. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ഇവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പൗലോസ് അങ്ങ് വാദിച്ചു. പക്ഷേ ബർന്നബാസിന്റെ കസിൻ ആണല്ലോ. ബർന്നബാസ് പറഞ്ഞു അങ്ങനല്ല, നമ്മൾക്ക് അവനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് അവര് തങ്ങളിൽ ഭയങ്കര വാദമൊക്കെ ഉണ്ടായി. പക്ഷേ പൗലോസ് സമ്മതിച്ചില്ല. ഒടുവിൽ പൗലോസ് പറയുക, തന്റെ അവസാന സമയമായി, താനെ റോമിൽ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുക, മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവൻ. മുമ്പ് അവൻ പ്രയോജനമില്ലാതെ പോയതല്ലേ. അതെ, ജീവിതത്തിൽ ഒരു പരാജയം വന്നതുകൊണ്ട് ഇനിയും എന്റെ ലൈഫ് ടോട്ടലി ഫെയിലിയർ ആണ്, ഇനി എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ദൈവത്തിനില്ല എന്ന് വിചാരിക്കുവാൻ ഒരിക്കലും പാടില്ല എന്നാണ് അവിടെ ഒന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് നൗ പോൾ അഡ്മിറ്റഡ് ദാറ്റ് മാർക്ക് വാസ് പ്രോഫിറ്റബിൾ വർക്കർ. തന്നോടുകൂടി ആയിരുന്ന അവൻ. വൺ ഫെയിലിയർ ഇൻ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് മേക്ക് ഓൾ ലൈഫ് ഇൻ എ ഫെയിലിയർ. നമ്മുടെ ജീവിതത്തിലെ ഒരു പരാജയം നമ്മെ ആയുഷ്കാലം മുഴുവനും പരാജയത്തിലാക്കുമെന്ന് വിചാരിക്കരുത്. ഓക്കെ, പരാജയം വന്നു, എന്നാൽ എന്റെ ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ശക്തനായ ദൈവമാണ്. മർക്കോസ് പിന്നെയും ദൈവത്തിന് പ്രയോജനമുള്ളവനായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പൗലോസ് അത് സംഭവിച്ചു. ഫിലോമോനെ പോലെ തന്നെ പൗലോസിന് വലിയൊരു ഫൊർഗീവിങ് ഒരു മനസ്സുണ്ടായിരുന്നു. ഞാനുമായിട്ട് വലിയ ആർഗ്യുവൊക്കെ നടത്തിയ വിഷയമാണ്, ഞാൻ ഇനി ക്ഷമിക്കത്തില്ല എന്ന് പറയുകയല്ല. വ്യത്യാസം വന്നപ്പോൾ ഫൊർഗീവ് ചെയ്തിട്ട് അവനെ കൊണ്ടുവരിക, സ്തോത്രം എന്ന് പറഞ്ഞ് അവൻ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാണ്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നാം ഒരു വീട്ടിൽ ചെന്നാൽ ആ വീടിന് നമ്മൾ ഒരു പ്രയോജനമായിരിക്കണം, പ്രോഫിറ്റബിൾ ആയിരിക്കണം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് നമ്മൾ ഒരു പ്രോഫിറ്റബിൾ ആയിരിക്കണം, സ്തോത്രം. നമ്മൾ ഒരു കൂട്ടായ്മയിലായിരുന്നാൽ ആ കൂട്ടായ്മയ്ക്ക് നമ്മളൊരു പ്രോഫിറ്റബിൾ ആയിരിക്കണം. എവിടെയായിരുന്നാലും നാം പ്രയോജനമുള്ളവരായിരിക്കണം. ജോസഫിനെ നോക്കുക, വേഗം ഞാൻ പറഞ്ഞു പോകാം. അദ്ദേഹം ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. താൻ അന്യായമായി ജയിലിലേക്ക് പോകേണ്ടി വന്നു. പക്ഷെ അവിടെ എല്ലാം എന്തായി? പ്രോഫിറ്റബിൾ ആയി, പ്രയോജനമുള്ളവനായി, അനേകർക്ക് വിടുതലിന് കാരണമായി. അതല്ലേ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സ്തോത്രം. എന്നാൽ ഇനി 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം, നമ്മൾ ദൈവത്തിന് പ്രോഫിറ്റബിൾ ആകണം. മറ്റുള്ളവർക്ക് പ്രോഫിറ്റബിൾ ആകാനാണ് നമ്മെ ദൈവം രക്ഷിച്ചിരിക്കുന്നത്, നമുക്ക് താലന്തുകൾ തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രയോജനമാകണം. എന്നാൽ ഭയങ്കര വിദ്യാഭ്യാസമുള്ള, ഭയങ്കര കഴിവുള്ള, എല്ലാ കാര്യങ്ങളും ഉള്ള പലരും പ്രയോജനം പെട്ടിട്ടില്ല.
അവർക്ക് പ്രയോജനപ്പെടാൻ പറ്റിയിട്ടില്ല. എന്താണ് അതിന്റെ കാരണം? ഇപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രയോജനപ്പെടാതിരിക്കാനുള്ള കാര്യം എന്താണെന്നൂടെ നമുക്ക് ചിന്തിക്കണ്ടേ. ചിലരുടെയൊക്കെ വിചാരം എന്താണെന്നറിയാമോ? വേഗം 1-2 വാക്യങ്ങൾ പെട്ടെന്ന് നമ്മൾ വായിക്കാം. ദൈവഭയം ഇല്ലാത്തവർ പറയുന്നൊരു കാര്യം, യോബിന്റെ പുസ്തകത്തിൽ 1-2 വാക്യം ഒന്ന് എടുത്തേ. 21-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. യോബ് 21:15. ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവൻ ആര്? അവനോട് പ്രാർത്ഥിച്ചാൽ എന്തോ പ്രയോജന. ദൈവമില്ലാത്തവന്റെ ചിന്ത, ദൈവത്തോട് സർവശക്തിയോട് പ്രാർത്ഥിച്ചാൽ ഒരു പ്രയോജനമില്ലെന്ന്. 22:2 നോക്കിക്കേ. 22:2. ദൈവത്തിന് മനുഷ്യൻ പ്രയോജനമൊന്നും ആകത്തില്ല. ജ്ഞാനിയായവൻ അവന് തന്നെ പ്രയോജനപ്പെടുത്തുള്ളൂ. 34:9. ദൈവത്തോട് രജ്ഞനായിരിക്കുന്നത് കൊണ്ട് മനുഷ്യന് പ്രയോജനമില്ലെന്ന് അവൻ പറഞ്ഞു. ചിലർ പറയുന്നത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ദൈവത്തോട് യോജിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ലോകത്തിലുള്ള പലരെയൊക്കെ നോക്കിക്കേ, അതൊക്കെ അവര് നോക്കുന്നത്. സ്തോത്രം. പിന്മാറ്റക്കാരായ ഇസ്രായേൽ മക്കൾ പറഞ്ഞെന്താണെന്നറിയാമോ? മലാക്കി 3:14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട്. ആ വാക്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മലാക്കി 3:14 വാക്യം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യ. അത് തന്നെയാ. കറുപ്പെടുത്ത് നടക്കുന്നാലും എന്തോ പ്രയോജനമാണ്. പിന്മാറ്റക്കാരായ ആളുകൾ പറയുന്നത് ഇങ്ങനെയാ, ഭക്തിയോടെ ജീവിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, ദൈവത്തെ അറിയാത്തവരൊക്കെ സമൃദ്ധിയായിട്ട് ജീവിക്കുക, നോക്കവർക്ക് കുഴപ്പമില്ല. ഇതൊക്കെ ആരുടെ വാക്കുകളാണെന്നറിയാമോ? ദൈവമില്ലാത്തവരുടെ വാക്കുകളാണ്, ഭക്തിയില്ലാത്തവരുടെ വാക്കുകളാണ്. ദൈവത്തിന് നമ്മൾ പ്രയോജനമാകാതിരിക്കുവാൻ ഉള്ള ഒരു കാര്യം ഞാൻ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. യിരെമ്യാ പ്രവചനം 13-ാം അധ്യായത്തിൽ നിന്നാണ് തോന്നുന്നു ആ വാക്യം. അതെ, 13:1 മുതലുള്ള വാക്യങ്ങൾ വേഗം നമുക്ക് വായിക്കാം. യിരെമ്യാ 13:1 മുതൽ. അരക്ക് കിട്ടി. അരക്ക് കിട്ടിയ കച്ച ഫ്രാത്തിനരികത്ത് എന്ന് പാറയുടെ വിള്ളലിൽ ഓടിച്ചു വെക്ക്. കച്ച എടുത്തോളുക. സ്ഥലത്ത് നിന്ന് കച്ച കേട് പിടിച്ച് ഒന്നിനും കൊള്ളരുതായിരുന്നു. എന്താ കാര്യം? അതെ, ഗർവവും കെടുത്തു കളയും. എന്റെ വചനം മതി. അപ്പോ നമുക്കവിടെ ഈ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവനും യഹൂദ ഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും എന്നോട് പറ്റിയിരിക്കുമാറാക്കി, അവർക്കോ അനുസരിപ്പാൻ മനസ്സായില്ല. നോക്കുക, ഇപ്പൊ നമ്മൾ ആത്മീയമായി ചിന്തിച്ചാൽ നമ്മളെ എന്തിനാ ദൈവം രക്ഷിച്ചിരിക്കണേ? നമ്മൾ വിചാരിക്കുന്നു ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് സാക്ഷ്യം പറയണം, സ്നാനപ്പെടണം, എന്നിട്ട് ചർച്ചിലൊക്കെ കൂടെ നമ്മൾ ആരാധനയ്ക്കൊക്കെ പോകണം, നമ്മുടെ നോർമൽ ലൈഫ് നടത്തണം. എന്നാൽ അതല്ല വാസ്തവത്തിൽ ദൈവം ഉദ്ദേശിച്ചേക്കുന്നത്. 1 കൊരിന്ത്യർ 1:9 ഇങ്ങനെ വായിക്കുന്നു, തന്റെ പുത്രന് നമ്മുടെ രക്ഷിതാവുമായ യേശുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പം ദൈവം നമ്മളെ ഈ രക്ഷിക്കപ്പെട്ടതിലൂടെ വിളിച്ചിരിക്കുന്നത് എന്തിനാ? യേശുവിനോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കണമെന്ന്, ഫെലോഷിപ്പ് എപ്പോഴും. അതാ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്.
യേശുവിനോട് കൂടെ നടക്കുക, യേശുവിനോടുകൂടെ നിൽക്കുക, യേശുവിനോടുകൂടെ പാർക്കുക, ഇരിക്കുക. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പക്ഷെ ആരുടെ ആലോചന പ്രകാരം നടക്കണം? ദൈവത്തിന്റെ യഹോവയുടെ ആലോചന പ്രകാരം നടക്കണം. പരിഹാസിയുടെ ഇരിപ്പിടത്ത് ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദുഷ്ടന്മാർ എന്ന് പറയാൻ അൺഗോഡ്ലി പീപ്പിളാണ്. അവർക്ക് ചില ഫിലോസഫികളൊക്കെ ഉണ്ട്, അവരുടെ ഭയങ്കര തത്വജ്ഞാനങ്ങളൊക്കെയാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പുസ്തകം അതിനെ കുറിച്ച് കണ്ടു. എനിക്ക് ഭയങ്കര രസകരമായി തോന്നി. എന്ത് തന്ത്രപരമായിട്ടാണ് പൈശാചിക ശക്തികൾ ദൈവത്തെ കൂട്ടിക്കളയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അപ്പൊ ആ ദുഷ്ടന്മാരുടെ അൺഗോഡ്ലി പീപ്പിളിന്റെ ഫിലോസഫിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോന്നും അതൊന്ന് ചിന്തിക്കണമല്ലോ. പരിഹാസികളുടെ ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കുക, ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെ ഈ പാപിയുടെ വഴി നിൽക്കാതെ. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാൻ, ചിന്തിക്കാൻ, കൂടുതൽ റിസർച്ച് ചെയ്യാനായിട്ട് സമയം എടുക്കുന്നതാണ് നിൽക്കുക എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് ഏകദേശമൊക്കെ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. അതാ നമ്മൾ ഇരിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പം ഇങ്ങനെയാ പറ്റിപ്പോകുന്നത്. എന്നാൽ ദൈവവചനം എപ്പോഴും പറയുന്നത് രണ്ട് സൈഡുണ്ട്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. പിന്നെ എന്തോ ചെയ്യണം? ആത്മാവ് നിറഞ്ഞവരാകണം. വീഞ്ഞു കുടിക്കാതിരുന്നുകൊണ്ട് മാത്രമായില്ല, ആത്മാവിൽ നിറയണം. ഇതുപോലെ തന്നെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പക്ഷെ ദൈവത്തിന്റെ ആലോചന പ്രകാരം നടക്കണം. അബ്രഹാമിനോട് പറഞ്ഞു, നീ എന്റെ മുൻപാകെ നിഷ്കളങ്കനായി നടക്ക്. മറിയ ഇരുന്നതുപോലെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കണം. നമ്മൾ അബ്രഹാമും മറ്റും നിന്നതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കണം. മോശയെ കുറിച്ച് എന്തിനാ പറഞ്ഞില്ല? നീ ദൈവസന്നിധിയിൽ വന്ന് ഇരിക്ക. സ്തോത്രം. ഇതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ജനം എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളിപ്പോ ഈ തുണി കൊടുത്തേക്കുന്നു, ഈ പാൻറ് അരയോട് പറ്റിയിരിക്കാനാണ്. ഇതുപോലെ നമ്മെ ദൈവത്തോട് നമ്മൾ പറ്റിയിരിക്കാനാണ് നമ്മെ കൂട്ടായ്മയ്ക്ക് വിളിച്ചേക്കുന്നത്. പക്ഷേ ഈ ജനം എന്തോ ചെയ്തു? ശാഠ്യം പ്രവർത്തിച്ചിട്ട് അവരെന്ത് ചെയ്തു? അവർ എന്റെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ ഹൃദയത്തിന്റെ ശാഠ്യം പൂണ്ട് നടന്നു. നോക്കുക, ഇത്രേ ചെയ്തുള്ളൂ. ഈ വചനമൊന്നും കേട്ടിട്ട് ഞങ്ങൾക്ക് കാര്യമൊന്നുമില്ല, ഈ കൂട്ടായ്മയ്ക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല, അന്യദേവന്മാരെ സേവിച്ച് നടക്കേണ്ട. നോക്കുക, ദൈവവചനം അനുസരിക്കാൻ മനസ്സില്ലാതെ ശാഠ്യം കാണിച്ച് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും, ഞാൻ ചിന്തിക്കുന്നത് പോലെ ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം യേശു പറയുകയാണ്, ഉപയോഗമില്ലാത്ത കച്ച പോലെയായി പോയി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഉപയോഗമില്ലാത്ത ഒരു കച്ചയായി തീരരുത്. സ്തോത്രം. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രയോജനമുള്ളവരാകണം, നമ്മൾ ഉപയോഗമുള്ളവരാകണം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയ എന്റെ രക്തം കൊണ്ട് നിനക്ക് എന്തോ ലാഭമുണ്ടോ? പക്ഷെ ഞാനിപ്പോ ജീവനോടിരിക്കുന്നു, അതുകൊണ്ട് ധൂളി നിന്നെ സ്തുതിക്കുമോ? നിന്റെ സത്യത്തെ പ്രസ്താവിക്കോ? ഇല്ല, ഒരു പ്രയോജനവും ഇല്ല. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിനക്ക് പ്രയോജനമായത്, ഞാൻ നിനക്ക് സ്തുതി പാടേണ്ടതിനാണ് നീ ജീവനോടെ ഇരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ നമ്മെ പോലെ കിടന്നുറങ്ങിയ എത്രയോ പേര് പ്രഭാതം കാണുവാൻ കഴിയാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവം നമ്മെ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവന് പ്രയോജനമുള്ളവരായി നാം മാറണം. നാം മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടേണ്ടതാണ്. നമുക്ക് പ്രയോജനകരമാക്കുവാൻ ഒത്തിരിയും കാര്യങ്ങളുണ്ട്. 2 തീമോഥെയോസ് 3:16 നമ്മൾ വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും നമുക്ക് പ്രോഫിറ്റബിൾ ആണ്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനമില്ലാത്തതാണ് എന്ന് നമ്മൾ വായിക്കുന്നു. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രയോജനമില്ലാത്തതിനെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം. യെരമ്യാപ്രവചനം 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജ വാക്കുകളിൽ ആശ്രയിക്കുന്നു. അങ്ങനെ ചെയ്യരുത്. ഈ ലോകത്തിൽ ധാരാളം വ്യാജ വാക്കുകളുണ്ട്, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതിൽ ആശ്രയിക്കരുത്. അവരെത്ര ലോകപ്രകാരമുള്ള ജ്ഞാനികളാന്ന് പറഞ്ഞാലും, എത്ര റിച്ചാന്ന് പറഞ്ഞാലും അത് വ്യാജ വാക്കുകളാണ്. ഈ ദൈവത്തിന്റെ വചനമാണ് സത്യം. ഈ എല്ലാ തിരുവെഴുത്തും വിശ്വാസ്യമാണ്. അത് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാണ്.
അതുകൊണ്ട് ഈ തിരുവെഴുത്തുകളെ നമ്മൾ ശോധന ചെയ്യണം, അത് നമ്മൾ പഠിക്കണം. അത് പഠിച്ച് നമ്മൾ അത് അനുസരിക്കുമ്പോൾ, ആ ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ ശാഠ്യക്കാരാകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരും. നമ്മൾ കൺവേർഷൻ നമ്മെ ചേഞ്ച് ചെയ്യും. നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ളവരാകും, മറ്റുള്ളവർക്ക് നമ്മൾ പ്രയോജനമുള്ളവരാകും, നമ്മുടെ സ്വഭാവത്തിന് തന്നെ ഭയങ്കര വ്യത്യാസമുള്ളവരാകും, നമ്മൾ ക്ഷമിക്കുന്നവരാകും, നമ്മൾ സ്നേഹിക്കുന്നവരാകും, നമ്മൾ കൃപയോട് സംസാരിക്കുന്നവരാകും. അത് അനേകർക്ക് നമ്മളൊരു പ്രയോജനമുള്ളവരാകും. ഇന്ന് പകലിൽ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, നമ്മളുടെ കണ്ടീഷൻ എങ്ങനെയാണ്? നമ്മൾ പ്രയോജനമുള്ളവരോ ഇല്ലാത്തവരോ? നമുക്ക് തന്നെ പ്രയോജനമുണ്ടോ? നമ്മൾ എന്തെല്ലാം നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടമായാൽ നമുക്ക് തന്നെ പ്രോഫിറ്റബിൾ അല്ല. ദൈവത്തിന് നമ്മൾ പ്രയോജനമില്ലാത്തവരായിത്തീരും, മറ്റുള്ളവർക്ക് നമ്മൾ പ്രയോജനമില്ലാത്തവരായിത്തീരും. എന്നാൽ നമ്മൾ ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനാണെങ്കിൽ, ദൈവം നമ്മളോട് ക്ഷമിച്ചതിനാൽ നമ്മൾ ദൈവത്തിനും മറ്റുള്ളവർക്കും പ്രയോജനമുള്ളവരായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരം ആകാതിരിക്കത്തക്കവണ്ണം ഏതെങ്കിലും കാര്യങ്ങൾ, ശാഠ്യമോ മത്സരമോ പാപമോ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ ചില ആചാരങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഇതിനെയെല്ലാം നമ്മൾ ഹൃദയാംഗമായിട്ട് ഉപേക്ഷിച്ചിട്ട്, വിട്ടുകളയേണ്ടതിനെയെല്ലാം വിട്ടുകളഞ്ഞ് യജമാനന് പ്രയോജനവും ഉപകാരവുമായ വിശുദ്ധ പാത്രങ്ങളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചിലപ്പോൾ കൽപാത്രങ്ങളെ വെട്ടി ഒരുക്കി അതിന്റെ വലിയ വലിപ്പമാക്കി തീർക്കത്തക്കവണ്ണം പണിക്കാരൻ ഉളി കൊണ്ട് വെച്ചെത്തിയെന്നിരിക്കാം, അടിച്ചെന്നിരിക്കാം, നമ്മുടെ കംഫർട്ട് സോണുകളെയൊക്കെ ഉടച്ചെന്നിരിക്കാം. അപ്പോൾ ഓർത്തുകൊള്ളണം, എന്നെ ഉപയോഗമുള്ള ഒരു പാത്രമാക്കുവാൻ, വിശാലമാക്കുവാൻ അവൻ ചെയ്യുകയാണ്. ഞാൻ യജമാനന്റെ കയ്യിലാണ്. അവൻ എന്നെ കുറിച്ച് വിചാരമുണ്ട്. എനിക്ക് അവന് പ്രയോജനമുള്ളവരാകണം. അതിനായി ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതുവരെയും പ്രയോജനപ്പെടുവാൻ കഴിയാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കരുത്, ഒരിക്കൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു, അതുകൊണ്ട് ഇനി എനിക്ക് ദൈവത്തിന് പ്രയോജനപ്പെടാൻ പറ്റത്തില്ല. നോക്കുക, ഒനേസിമോസ് നഷ്ടപ്പെട്ടവനായിരുന്നു, പക്ഷേ കൺവേർഷൻ അവനെ ചേഞ്ച് ചെയ്തു. മർക്കോസ് പ്രയോജനമില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ്, പക്ഷേ ദൈവം അവനെ രൂപാന്തരപ്പെടുത്തി പ്രയോജനമുള്ളവരാക്കി തീർത്തു. നമ്മെയും ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ ദൈവം ശക്തനാണ്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കൃപയാൽ